പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ പറയും, ഇതൊക്കെ പൂർവികർ നമുക്ക് പറഞ്ഞു തരാറുള്ളതാണ്. നിശബ്ദമായിട്ട് കഴിയുന്നതും അധികം സംസാരിക്കാതെ മൗനമായിരുന്നു കൊണ്ട്, അധികം വർത്തമാനം പറഞ്ഞുകൊണ്ടാവരുത് എന്ന്. കഴിക്കുന്ന അന്നത്തിനെ നിന്ദിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന്. കരഞ്ഞുകൊണ്ട്, ചീത്ത പറഞ്ഞ്, ശകാരിച്ചുകൊണ്ട്, ഇരു കൂട്ടർക്കും ബാധകമാണ്. വീടിന്റെ ഉള്ളിലാണെങ്കിൽ വിളമ്പിക്കൊടുക്കണവർക്കും ബാധകമാണ്, കഴിക്കണവർക്കും ബാധകമാണ്. ചിലപ്പോൾ ഈ കുട്ടികൾ അനുസരിക്കാതെയോ അല്ലെങ്കിൽ പഠിക്കാൻ മോശമായിട്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കണ കുട്ടികളെ ശകാരിക്കണത് കേൾക്കാറുണ്ട്. തിന്നാൻ മാത്രമായിട്ട് വന്നിരിക്കണു, പഠിക്കില്ല. പക്ഷെ ഇതൊന്നും അന്നത്തിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുന്നതല്ല, പാടില്ല എന്നാണ്. ഒരിക്കലും അന്നത്തിന്റെ മുമ്പിൽ അന്നത്തെ നിന്ദിക്കരുത്, ശകാരിച്ചുകൊണ്ടാവരുത്, അധികമായി വർത്തമാനം പറഞ്ഞുകൊണ്ടാവരുത്. സ്വാദിനെ അറിഞ്ഞു കഴിക്കണം എന്നാണ്. അപ്പൊ അതാണ് നമ്മൾ ഇത് കൊണ്ടുവച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ ഗന്ധം നമ്മുടെ ഉള്ളിലെത്തി രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിച്ച് ആ ഭക്ഷണത്തെ വേണ്ടതുപോലെ പചിക്കാൻ ആവശ്യമായിട്ടുള്ള ആന്തരികമായി ആമാശയത്തിലും നമ്മളുടെ വായ്ക്കുള്ളിലും ഒക്കെ രസങ്ങളെ, ശ്രവങ്ങളെ ഉണ്ടാക്കാനുള്ള സമയം കൊടുക്കണം. ഇതിപ്പോ സദ്യക്ക് വിളമ്പണത് പോണത് കാണാം, പിന്നാലെ വരണത്, അതിനിടയ്ക്ക് ഇല കാലിയാവണതും കാണാം. ഈ ചോറിന് മുമ്പ് കുറെ കൊണ്ടുവരുമല്ലോ ഈ സദ്യക്ക്. ഇതൊക്കെ വരണ വഴി തന്നെ അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിരുദ്ധമായ ഒരു ശീലമാണത്. നമ്മുടെ മുമ്പിൽ വിളമ്പിയത് നമുക്കുള്ളതല്ലേ, വേറെ ആരും എടുത്തോണ്ട് പോകില്ലേ. പിന്നെ എന്തിനാണത് ഈ വരണ വഴിയെ തന്നെ. അപ്പൊ നമുക്കൊരു അതിനൊരു എന്താണ് അതൊക്കെയാണ് ടേബിൾ മാനേഴ്സ് എന്ന് പറയുക ശരിക്കും. അതുപോലെ തന്നെ സ്വജനങ്ങൾക്ക്, സേവകന്മാർക്ക്, വഴിയാത്രക്കാർക്ക്, അതിഥികൾക്ക് ഒക്കെ തുല്യമായ ഭക്ഷണമേ കൊടുക്കാവൂ എന്നാണ്. അവനവൻ കഴിക്കുന്നതേ കൊടുക്കാവൂ എന്നാണ്. ചിലയിടങ്ങളിൽ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്, തികയില്ല എന്ന് കണ്ടാൽ പിന്നെ കൊടുക്കാനുള്ളതിന് വെള്ളമൊഴിക്കും, അല്ലെങ്കിൽ നമുക്കുള്ളത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തേത് അടുത്തതില് സെക്കൻഡ് ഓപ്ഷനാണ് കഞ്ഞി പാരുക എന്നൊക്കെ പറയില്ലേ. കഞ്ഞി വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ തികയില്ല, അതുകൊണ്ടാണ്. കുറ്റല്ല, ആള് കൂടിയപ്പോൾ എന്താ ചെയ്യുക, ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കഞ്ഞിവെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കും. പക്ഷെ അവനവൻ കഴിക്കുന്നതേ അതിഥിക്കും കൊടുക്കാവൂ. തുല്യമായ ഭോജനം എന്നാണ്. മനുഷ്യന് ശരിക്കു പറഞ്ഞാൽ 2 നേരമേ ഭക്ഷണം വിധിച്ചിട്ടുള്ളൂ എന്നാണ്. അത് പ്രഭാതത്തില് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടും വൈകിട്ട് സൂര്യ അസ്തമയത്തിനു മുൻപും. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കും. കാരണവന്മാരൊക്കെ ആണെങ്കിൽ വൈകിട്ട് അതേപോലെ ഒരു 5:30-6 മണിക്ക് മുന്നേ കഴിച്ചിട്ടുണ്ടാവും. അതായിരുന്നു ആരോഗ്യത്തിന് നല്ലത്. ഇതിപ്പോ നമ്മൾ സമയം ഒന്നുമില്ല, സമയത്തിന്റെ ആ ഒരു നിഷ്ഠയൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും കഴിക്കും, എന്തും കഴിക്കും. ആഹാരത്തിൽ വന്നതായ അതിന്റെ ക്രമം തെറ്റിയിട്ടുള്ള ശീലങ്ങൾ തന്നെയാണ് മനുഷ്യനെ അധികവും രോഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നം അമൃതാണ്. അത് എങ്ങനെയാണ് അമൃതാവുക? ദേവന് സമർപ്പണം ചെയ്യുമ്പോൾ അതിനെ അമൃതാക്കിയിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദേവന് സമർപ്പിച്ചതിന് ശേഷമുള്ളതിനെ അമൃതതുല്യമായിട്ട് നമ്മൾ പറയുക, പ്രസാദം എന്നൊക്കെ പറയും. അമ്മ പാകം ചെയ്തു തരണ അന്നം അമൃതാണ് എന്നാണ്, ഒട്ടും സംശയിക്കാനില്ല എന്നാണ്. അമ്മ നമുക്ക് വിളമ്പിത്തരണത്, അതിനിപ്പോ എത്ര അതിന് ചേരുവയില്ലെങ്കിലും, എരിവില്ലെങ്കിലും, പുളിയില്ലെങ്കിലും, ഉപ്പില്ലെങ്കിലും, നല്ലവണ്ണം വെന്തിട്ടില്ലെങ്കിലും അമ്മ തരുന്നത് അമൃതാണ്. അപ്പോൾ അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഇനി അപ്രതീക്ഷിതമായി വന്നു ചേരുക, ഒരാൾ അതിഥിയായിട്ട് വരിക, അത് എവിടെയാണെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കുക തന്നെ വേണം. പിന്നെ മുതിർന്നവർക്ക് ഇതൊക്കെ ഒരു നല്ല ശീലങ്ങളായിട്ട് നമുക്കൊക്കെ പറഞ്ഞു തന്നും
ആചരിച്ച് കാണിച്ചും നമ്മൾ കണ്ടുപോന്നിട്ടുള്ളതായ പല ആചരണങ്ങളാണത്. മുതിർന്നവർ വന്നാൽ, ഗുരുക്കന്മാർ, തന്നേക്കാൾ പ്രായം ചെന്നവർ, അവർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം സജ്ജമാക്കി കൊടുക്കുക. അത് നമ്മളുടെ ഒരു കടമയാണ്, ഒരു സദാചരണമാണ്. പ്രായമായവർ വന്നു, ഉടനെ എഴുന്നേറ്റ് നമ്മൾ ഒന്നുകിൽ അവർക്ക് വേണ്ടി മറ്റൊരു ഇരിപ്പിടം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന ഇരിപ്പിടം വെച്ചു കൊടുക്കുക. അതൊരു നല്ലൊരു ശീലമാണ്, നല്ലൊരു കൾച്ചറാണ്. ഗുരുക്കന്മാരെ വന്ദിക്കുക. അങ്ങനെയൊക്കെ ഗുരുക്കന്മാരെ വന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും, ഐശ്വര്യത്വയും വർദ്ധിപ്പിക്കും നമുക്ക്. ഗുരുക്കന്മാർ, അച്ഛൻ, അമ്മ, അവരെ ആദരിക്കണം. എത്ര ന്യായമായതാണെങ്കിലും, ധാർമ്മികമായി അല്ലെങ്കിൽ അത് ന്യായമാണെങ്കിലും ചില സംഗതികൾ പരസ്യമായി പാടില്ല. ഇനി തീർത്ഥങ്ങൾ ധാരാളമുണ്ട് ലോകത്തിൽ. നമ്മൾ തീർത്ഥാടനം ചെയ്യാറുള്ളവരാണ്. ഗംഗയിൽ പോയി സ്നാനം ചെയ്യും. കാശിയിലും അയോധ്യയിലും ഹരിദ്വാരത്തിലും കേദാരത്തിലും ഇവിടൊക്കെ പോവാറുണ്ട്. ഗംഗയിലും യമുനയിലും ഒക്കെ കുളിക്കുന്നവരാണ്. പക്ഷേ തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥം എന്ന് പറയുന്നത് അവരവരുടെ ഹൃദയമാണ്. അപ്പൊ എന്തു വേണം? ആദ്യം നമ്മളുടെ ഹൃദയമാകുന്ന തീർത്ഥത്തെ ശുദ്ധമാക്കി വെക്കണം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികളെ നമ്മൾ ഈശ്വരതുല്യന്മാരായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് അവരോട് ആ രീതിയിൽ നിന്നാണ് കുശലപ്രശ്നം ചെയ്യുക. അവരെ ഒന്ന് അധികം ദേഷ്യത്തോടു കൂടിയല്ലാതെ അവർക്ക് സന്തോഷമാകുന്ന രീതിയിൽ അവരെ കാണേണ്ടതും അവരോട് സംവദിക്കേണ്ടതും ഒരു ധർമ്മമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ, കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും ആഹാര സാധനങ്ങളാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നുമില്ല അങ്ങോട്ട് ചെല്ലാതിരിക്കുക, അങ്ങനെ പാടില്ല. ഇനിയും തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് തൃപ്തിയായി അവർ മതി എന്ന് പറയുന്നത് വരെ കൊടുക്കുക തന്നെ വേണം എന്നാണ്. ഇനി അയ്യോ നമുക്ക് കഴിക്കാനില്ലേ, സാരമില്ല, ഒരു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് തൃപ്തിയാവുന്നോളം കൊടുക്കണം, വീണ്ടും വീണ്ടും എന്നാണ്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ, അത് നല്ല ശീലമല്ലേ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് അമ്മ കൊടുക്കുമ്പോൾ ആ കുട്ടി കുറച്ച് കഴിച്ചു, പിന്നെ കഴിക്കണില്ല, സ്വാഭാവികമായിട്ടും അമ്മമാര് അത് കളയരുത് എന്ന് കരുതിയിട്ട് കഴിക്കും. അല്ലാതെ സാധാരണ രീതിയിൽ ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിലധികം പേര് ഒരേ സമയം കഴിക്കുന്നത് ശരിയല്ല. ഇലയിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും അവരവർക്ക് വേണ്ടതിനെ വിളമ്പിയെടുത്ത് തന്നെ കഴിക്കുകയാണ് ശരിയായിട്ടുള്ള ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടും അത് ഏതാണ് ധാർമ്മികമായത്, ഏതാണ് ധർമ്മവിരുദ്ധമായത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുമാണ് ആചരിക്കേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആണ് ആ ഉപദേശം അങ്ങനെ തുടരുന്നത്. അപ്പൊ വീണ്ടും സംശയം ചോദിക്കുകയാണ്, ഈ അധ്യാത്മജ്ഞാനം എന്താണ്? അധ്യാത്മജ്ഞാനം എന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ചിട്ട് പറയുകയാണ്. സാത്വികമായിട്ടുള്ള ഗുണങ്ങൾ, അതുപോലെ രാജസികമായത്, താമസികമായത്, ഇപ്പൊ സുഖത്തിന്റെ സ്പർശം അതിനെ സാത്വികമായിട്ട് പറയും. രജോഗുണത്തിന്റെ ആ ഒരു ബാധ കൊണ്ട് അത് ദുഃഖത്തിന്റെ സ്പർശമായിട്ട് പറയും.
തമോ ഗുണത്തിന്റെ ചേർച്ച കൊണ്ട് അത് വ്യാവഹാരികമായിട്ടുള്ള ക്ലേശങ്ങളായിട്ട് പറയും. അപ്പൊ നമുക്കുണ്ടാവുന്ന ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു സുഖത്തിന് നിദാനമായിട്ടുള്ളത് സത്വഗുണമാണ്. അതുപോലെ തന്നെ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത് രജോ ഗുണമാണ്. മോഹത്തിന് കാരണമായിട്ടുള്ളത് തമോ ഗുണമാണ്. ഹർഷം, പ്രീതി, ആനന്ദം, സുഖം, ചിത്തത്തിന്റെ പ്രശാന്തത, മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുക, ഇതൊക്കെ സത്വഗുണത്തിന്റെ ലക്ഷണമാണ്. അതുഷ്ടി, പരിതാപം, ശോകം, ലോഭം, അക്ഷമ, ഇത് രജത്തിന്റെ ചിഹ്നങ്ങളാണ്. പ്രകൃതി തന്നെ ഗുണമിശ്രമാണ്. പുരാണങ്ങളിലൊക്കെ പറയും സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു ആകെത്തുകയാണ് പ്രകൃതി. ദേവി ഭാഗവതത്തിലൊക്കെ അത് വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട്, പ്രകൃതിയുടെ ഒരു അംശമായതുകൊണ്ട് നമുക്കും ഇതൊക്കെ ബാധകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ രജോ ഗുണത്തിന്റെ ചേർച്ച കൊണ്ടാണ് പരിതാപം, ശോകം, ലോഭം, അക്ഷമ, അതുഷ്ടി, ഒട്ടും ക്ഷമയില്ലാതിരിക്കുക, ശോകം ദുഃഖഭാവത്തോടു കൂടിയിട്ടിരിക്കുക, സന്തോഷമില്ലാതിരിക്കുക, പരിതപിക്കുക, ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും ശരിയാവണില്ല, ഒന്നും നേരെയാവണില്ല, എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെ കാണണതിന് മുമ്പേ ഒഴിഞ്ഞു പോകാൻ നോക്കും. കാരണം മുമ്പിൽ കണ്ടാൽ പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഒന്നും നേരെയായില്ല. എന്നാ ഇപ്പൊ ഇത് നേരെയാവുക? നിശ്ചയില്ല, അത്ര കുറെ കാലമായില്ലേ. എപ്പോഴും ഇങ്ങനെ പരിഭവം പറയണതൊക്കെ ഈ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ടാണ്. പിന്നെ തമോ ഗുണം അവമാനം, പ്രമാദം, നിദ്ര, മോഹം, ഇതൊക്കെ തന്നെ ഈ ഗുണഭേദം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ ഗുണങ്ങൾ നമ്മളിൽ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബുദ്ധിയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ ജീവന് അതിലുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മളെ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ ബുദ്ധിയാണ്. ബുദ്ധിയുടെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാണ് ജീവൻ പോലും എന്നാണ്. അതുകൊണ്ടാണ് പുരാണങ്ങളിൽ കഥാരൂപത്തിൽ പറയുമ്പോൾ ജീവന്റെ ഭാര്യയായിട്ടാണ് ബുദ്ധിയെ പറയുക. ജീവന് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, എല്ലാം ബുദ്ധിയുടെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാ ചെയ്യുക. ഭാഗവതത്തിലാണെങ്കിൽ പുരഞ്ജനോപാഖ്യാനം, അതൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിൽ ആ ബുദ്ധിയുടെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാണ് ബുദ്ധി സദ്ബുദ്ധി ആവുക. അതാണ് വേണ്ടത്. ദുർബുദ്ധി ആയാൽ എന്തായി? നേരെ വിപരീതാവും. അപ്പൊ ഇത്തരത്തിൽ ആ ബുദ്ധിയുടെ സത്വഗുണത്തിന്റെ അവസ്ഥ, ആ സാത്വിക ബുദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗുണഭേദങ്ങളെ കുറിച്ച് പറഞ്ഞു. അധികം ഹർഷിക്കാതെയും അധികം ദുഃഖിക്കാതെയും സമഭാവനയോടുകൂടി മത്സരബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുക. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ആ സംവാദം വളരെ വിസ്തരിച്ചിട്ടാണ്. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് ഇവിടെ പാരായണം ചെയ്തു വരുന്നത് ഈ സുബ്രഹ്മണ്യന്റെ അവതാരവും മറ്റു ലീലകളും പറഞ്ഞ ശേഷമുള്ള യുദ്ധകാന്ഡം. ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി സൈന്യങ്ങളോടുകൂടി ദേവസേനാധിപതിയായിട്ടുള്ള സ്കന്ധൻ, ആ സുബ്രഹ്മണ്യസ്വാമി പുറപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ്. അതിനുശേഷമാണ് നമുക്ക് നാളെ ഉച്ചയോടുകൂടിയിട്ട്, നാളെ രാവിലെ മുതൽ വളരെ ചെറിയ ഒരു ഭാഗമാണ് സ്കന്ധമഹിമയെക്കുറിച്ച് പറയുന്ന ആ ഒരു ഘട്ടം. ദേവസേനാ വിവാഹം, വള്ളി കല്യാണം ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അവതാരം മുതൽ ആ സ്വയംവരം, വിവാഹം വരെയുള്ള കഥാസന്ദർഭങ്ങളെ ചുരുക്കി ഒതുക്കിയിട്ടാണ് നമ്മൾ ഈ സ്കന്ദപുരാണത്തിലെ ഈ ഒരു അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഈ ഒരു യജ്ഞം നമ്മൾ ഇങ്ങനെ കൽപ്പന ചെയ്തത്.